നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ നാട്ടിലത്തെ പുതിയ വീട്ടിലേക്കാണ്. എല്ലാവർക്കും സ്വാഗതം. തിരുവനന്തപുരത്തുനിന്ന് പൂച്ചക്കുട്ടി എടുക്കുന്നേ നിന്നെ കൂടെ കാണാൻ പറ്റത്തില്ലല്ലോ. അടുക്കളക്കഥ അടച്ച് അടുക്കളക്കഥ അടയ്ക്കുമേ കുറച്ച് ബാക്കിലോട്ട് നിൽക്കാം, രണ്ടുപേരും കിട്ടും. അടുക്കളയായിട്ട് വിട്. രണ്ടുപേരെ അവിടെ കൊടുത്തു. നിങ്ങളെ ഒന്നും ചെയ്യല്ലേ, പാവം. തുറന്നു വിട്. വീട്ടിലുണ്ട്. ആക്ച്വലി ഇതൊരു വലിയ വ്ളോഗല്ല, ഒരു ചെറിയ മിനി വ്ളോഗാണ് കേട്ടോ. അപ്പം ഇവിടെ ഒന്നും കാണിക്കാനില്ല, പക്ഷെ ഞങ്ങളുടെ സന്തോഷത്തിനായിട്ട് ഒരു കുട്ടി വ്ളോഗായിട്ട് ഞങ്ങൾ കാണിക്കുന്നുള്ളൂ. അധികം സ്പേഷ്യസ് അല്ല, പക്ഷെ അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് കേട്ടോ ഇത്. അപ്പം ഇത് ഞങ്ങളുടെ പുതിയ വീടാണ് ഗൈസ്. വെൽക്കം ടു യു ഓൾ. നമുക്ക് വീട് അതിൻ്റെ അകം കാണാം. നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഓക്കെ, നമുക്ക് അകത്തോട്ട് കയറാം. ഇവിടെ അമ്മയുടെ ചെലപ്പ് കാരണം ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇത് റോഡാട്ടോ, റോഡിൻ്റെ ഫ്രണ്ട് വശമാണിത്. ഓക്കെ, ഈ വീടിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. മാറങ്ങോട്ട് ഞങ്ങളുടെ വീടാണ്. ചോദിച്ചാരെങ്കിലോ നമ്മുടെ പുതിയ വാടക വീടാണ്, സ്വന്തം വീട്. ഈ അമ്മ ഞാനത് പറഞ്ഞത് എന്റെ മാമന് മുമ്പ് കാണിച്ചു. ഇത് ഹോൾ, വിശാലമായ ഹോളിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ബെഡ്റൂം പൂജാമുറി കാണിക്കട്ടെ. അതെ, ഇത് അമ്മമ്മയുടെ പൂജാമുറി. ഹോളിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് വിശാലമായ അടുപ്പ് കിച്ചണിലേക്കാണ്. കണ്ടോ, അമ്മമ്മ ഇന്ന് ചിക്കൻ കറിയും ചോറൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ നമ്മുടെ പുതിയ വീടിൻ്റെ അകമൊക്കെ കാണിച്ചു തന്നപ്പോൾ ഒരു മുറി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ടെടായ നല്ല രസമുള്ള പണ്ടത്തെ വീടാട്ടോ. ഈ വീടിനെ കുറിച്ചൊക്കെ പറയാണെങ്കിൽ എനിക്ക് ഒരുപാടുണ്ട്. അപ്പോൾ അമ്മൂമ്മ ഇവിടെ അടിപൊളി സെറ്റാക്കി വെച്ചേക്കാണ്. നല്ല റൂമാട്ടോ, എനിക്കിവിടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്ന് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഈ വീടെന്ന് പറഞ്ഞാൽ എത്ര വർഷമുണ്ട് ഈ വീടിൻ്റെ പഴക്കം? ഞാനും ഉണ്ണിയൊക്കെ കുഞ്ഞുനാൾ സ്കൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പം ഇവിടുത്തെ അമ്മൂമ്മ, ഇവിടുത്തെ അമ്മൂമ്മയുടെ പേരെന്തുവാ? കുട്ടിയമ്മ എപ്പോഴും വിളക്ക് കത്തിക്കുന്ന സമയമായിരിക്കും ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുമ്പോൾ. അപ്പോൾ ഇവിടെ അന്ന് വിളക്ക് കത്തിക്കാൻ പൂവും പറിച്ചുകൊണ്ട് നിൽക്കുന്നത് എപ്പോഴും നമ്മൾ കാണുമായിരുന്നു. ആ കുട്ടിയമ്മയുടെ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ റെൻറ്റിന് താമസിക്കുന്നത്. കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, പക്ഷേ നല്ല വീടാട്ടോ. ഒരു ഹോള്, കയറി വരുമ്പോൾ ഒരു ഹോള്, പിന്നെ ഒരു ബെഡ്റൂം, ഒരു കിച്ചൺ, ഒരു ബാത്റൂം. അല്ല, ആന്റിയോട് പ്രത്യേകം പറയുക, കുട്ടിയമ്മയുടെ വീട്ടിൽ നിന്ന് കുട്ടിയമ്മയുടെ മരുമകളോട് പറയാം, ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ അയർലൻഡിൽ നിന്ന് ഫോൺ വന്നതേ ഉള്ളൂ, ഇവിടെ കറുത്ത കാർ ആരെയാ കിടക്കുന്നതെന്ന്. കുഞ്ഞമ്മയ്ക്ക് ഒരു വലിയ ഫാൻ ഉണ്ട്. അങ്ങ് കോഴിക്കോടുള്ള ഒരാളാ. ഒരു ഹായ് പറഞ്ഞേ. ഹായ് പറ. കുഞ്ഞമ്മയുടെ വ്ളോഗ് കണ്ട് ശാന്തു കുഞ്ഞു ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാ. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. ഓക്കെ, അവിടെ കാണിച്ചു. ഇതിപ്പോൾ നമ്മൾ കാണാൻ പോകുന്ന വീടിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ. ഇത് രണ്ട് ബാക്ക് സൈഡ് ഭയങ്കര രസമാണ് കേട്ടോ. ഇത് റോഡാണ്. ഇതിൻ്റെ ബാക്കിൽ താഴെ അങ്ങ് കണ്ടോ, പരിയാമ്പുറത്ത് ഇവിടുന്ന് കണ്ടം കാണാം.